ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് നിൽക്കുന്നത് അടൂരാണ്. അടൂർ KSRTC ബസ് സ്റ്റാൻഡിന് ഓപ്പോസിറ്റുള്ള ബഡാ ബസാറിലാണ് ഞാൻ നിൽക്കുന്നത്. അടൂർ KSRTC ബസ് സ്റ്റാൻഡ് വരുന്നത് നമ്മുടെ പത്തനാപുരം കായംകുളം മെയിൻ റോഡിലാണ് ഇത് വരുന്നത്. ഇത് നമ്മുടെ MC റോഡിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. KSRTC ബസ് സ്റ്റാൻഡിന് ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ്സും അവിടെ നിർത്തുന്നുണ്ട്. ഇവിടെയാണ് ഈ കട സ്ഥിതി ചെയ്യുന്നത്. എല്ലാവർക്കും നല്ലൊരു കടയാണിത്. കാര്യങ്ങൾ സ്കൂൾ തലത്തിൽ പോകുന്ന എല്ലാ കുട്ടികൾക്കും ഉള്ള എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടുന്നുണ്ട്. സ്കൂളിൽ ആവശ്യത്തിന് മാത്രമുള്ള എല്ലാ ഗിഫ്റ്റുകളും എല്ലാം, പാത്രങ്ങൾ, അങ്ങനെ ചെരുപ്പ്, ഷൂ, എല്ലാ ഡ്രസ്സ്, മേക്കപ്പ് സാധനങ്ങൾ, ലേഡീസിൻ്റെയും ജെൻസിൻ്റെ എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടുന്നുണ്ട്. നമുക്ക് ഉപയോഗപ്രദമായ എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. എല്ലാവരും പോവുക, എല്ലാവരും പോയി നേരിട്ട് കണ്ട് മനസ്സിലാക്കുക. ഞാൻ പറയുന്നത് കള്ളമല്ല, എല്ലാവർക്കും നല്ലൊരു കാര്യമാണിത്. ഞാൻ ചെയ്യുന്ന വീഡിയോയിൽ തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കുക. പിന്നെ കണ്ടില്ലേ, ഷൂ, ചെരുപ്പുകൾ, ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. അവിടുത്തെ കസ്റ്റമറായാലും നമ്മളോട് നല്ല ഇടപെടലാണ്. കാര്യം നമ്മളോട് വളരെ നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് എല്ലാവരും ഇടപെടുന്നത്. ആർക്കും വേറെ ഒരു പറയണ്ടേ, ഒരു വലിയ ഒരു വെയിറ്റ് ഇട്ടുള്ള സംസാരങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. എല്ലാവരും സാധാരണ നല്ല രീതിയിലാണ് എല്ലാവരോടും ഇടപെടുന്നതും. നമുക്ക് തന്നെ പോയി എന്ത് സാധനം വേണമെങ്കിലും എടുക്കാം. പിന്നെ നമുക്ക് അറിഞ്ഞുകൂടാത്ത സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ചോദിച്ചാൽ അവർ തന്നെ വന്ന് എടുത്തു തരും. നല്ല നമ്മളെ കൂടെ ഒരാൾ എപ്പോഴും കാണും. നമുക്ക് എന്തെങ്കിലും അറിഞ്ഞുകൂടാത്തതുണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ മതി, അവരെല്ലാം പറഞ്ഞു തരുന്നതാണ്. ചെരുപ്പുകൾ, കുടകൾ, ബാഗുകൾ, അങ്ങനെ തുടങ്ങിയ എല്ലാ സാധനങ്ങളും വിലക്കുറവാണ്. നമുക്കിപ്പോൾ പറയേണ്ടത്, ഇപ്പോൾ നമ്മളത് പോയി തന്നെ കാണണം. ഇത് വലിയ ദൂരമൊന്നുമില്ല. അടൂർ KSRTC ബസ് സ്റ്റാൻഡിന് ഓപ്പോസിറ്റാണ്. നമ്മളെല്ലാവരും അവിടെ പോയാൽ മാത്രമേ ഇത് അറിയാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഞാൻ പറയുന്നത് വെറും വാക്കല്ല. നമ്മുടെ ഈ കട എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും നല്ലൊരു കടയാണിത്. കാര്യം ബാഗിനൊക്കെ തുച്ഛമായിട്ടുള്ള വില മാത്രമേ ഉള്ളൂ. അവിടെ ബാഗിനൊക്കെ വരുന്ന വില എന്ന് പറയുമ്പോൾ 400, 350 അങ്ങനെ പലതരത്തിലുള്ള ബാഗുകളുണ്ട്. കാര്യം ബുക്സൊക്കെ എന്ന് വരുമ്പോൾ 10 ബുക്സ് എടുത്താൽ 10 പേന ഫ്രീ, 5 ബുക്ക് ഫ്രീ, ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. നമുക്ക് പുറത്തുള്ള കടയെ കിട്ടുന്നതിനെക്കാട്ടിയും വില കുറച്ചാണ് അവിടെ സാധനങ്ങൾ തരുന്നത്. നമ്മളത് പോയി കണ്ട് തന്നെ എടുക്കണം. കാര്യം ഓരോ സാധനത്തിനും പല തരത്തിലുള്ള ഡിസ്കൗണ്ടുകളുണ്ട്. നമുക്കിപ്പോൾ 2 കുട്ടികൾ പഠിക്കുന്ന വീട്ടുകാർക്ക് സാധാരണക്കാരാണെങ്കിൽ പുറത്ത് 10,000 രൂപ ആകുന്ന സാധനം ഇവിടെ നമുക്ക് 5,000 രൂപ ആകത്തുള്ളൂ. 2 കുട്ടികൾക്കുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് വാങ്ങിക്കാൻ പറ്റും. കാര്യം പറയേണ്ടത്, പറയാൻ വാക്കുകളില്ല. പോയി തന്നെ കാണണം. പോയി കണ്ടാൽ മാത്രമേ അത് മനസ്സിലാകത്തുള്ളൂ. കാര്യം നമുക്ക് എൻ്റെ ശബ്ദം ക്ലിയർ ആയില്ല. അത് രാവിലെ ഇച്ചിരി തണുത്ത വെള്ളം കുടിച്ചതാണ്. നിൽക്കുന്നതൊക്കെ അവിടുത്തെ കസ്റ്റമറാണ്. അവർ നല്ല രീതിയിലാണ് നമ്മളോട് ഇടപെടുന്നത്. എല്ലാവരും ഫ്രണ്ട്ലിയാണ്. കാര്യം വേറെ കുഴപ്പമൊന്നുമില്ല. കസ്റ്റമറോടൊക്കെ നല്ല രീതിയിലാണ് ഇവർ ഇടപെടുന്നതും. അവിടെ മുതലാളിമാരായിട്ടുള്ള അങ്ങനെ 2 പേരേ ഉള്ളൂ. എന്നാലും അവർ വേറെ കുഴപ്പമൊന്നുമില്ല. അവരൊക്കെ നല്ല ഫ്രണ്ട്ലിയാണ്. അതിൽ നമുക്ക് ഡിസ്കൗണ്ടും കാര്യങ്ങളും എല്ലാം കിട്ടുന്നുണ്ട്. എല്ലാ സാധനങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള ക്വാണ്ടിറ്റിയും ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ വലിപ്പവും കാര്യങ്ങളും എല്ലാം ഉള്ളതാണ്. കാര്യം അതിനൊക്കെ തുച്ഛമായിട്ടുള്ള വിലകളേ ഉള്ളൂ. പുറത്ത് കടയിൽ 800, 900 രൂപയുള്ള ബാഗിന് ഇവിടെ 400, 450. അത് സ്റ്റോക്ക് സാധനമല്ല, എല്ലാം പുത്തൻ സാധനങ്ങളാണ്. സ്റ്റോക്ക് വന്നുകൊണ്ടിരിക്കുന്നത്, വീണ്ടും ലോഡുകൾ ഒത്തിരി വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ബണ്ടിൽ കണക്കിന് സാധനങ്ങൾ വന്ന് കിടക്കുന്നത്. നമുക്ക് ആ റോഡിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ കാണാം, റോഡ് സൈഡിൽ തന്നെയാണ് ഈ സാധനങ്ങൾ വന്നിറങ്ങുന്നത്. അത്രമാത്രം കാര്യം സെയിലുള്ള കടയാണ്. എല്ലാ സാധനങ്ങളും കിട്ടുന്ന കടയാണ്. ഒരു സാധനത്തിന് പോലും നമ്മളവിടെ കയറിയാൽ പുറത്ത് പോകണ്ട എന്ന് പറഞ്ഞ് പലചരക്ക് സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ സുഹൃത്തുക്കളെ. പക്ഷേ ബാക്കി എല്ലാ സാധനങ്ങളും ഉണ്ട്. കാര്യമെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഇപ്പോൾ അവിടെ ഉള്ളത് ബുക്സും ബാഗും പെൻസിൽ, പേന, ഇതൊക്കെയാണ്.
പേന 10 പേന എടുത്താൽ 10 പേന ഫ്രീ ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ലെക്സിയുടെ പേനയൊക്കെ 1 രൂപ വിലയുള്ളൂ പാക്കറ്റ് അടക്കം എടുക്കുകയാണെങ്കിൽ. അങ്ങനെ എല്ലാ സാധനത്തിനും അതിൻ്റേതായിട്ടുള്ള വിലക്കുറവുണ്ട്. അത് ആ നിൽക്കിയിരിക്കുന്ന വലിയ ബുക്സൊക്കെ എടുത്തു കഴിഞ്ഞാൽ 10 എണ്ണം എടുത്താൽ 10 എണ്ണം ഫ്രീയാണ്. കാര്യം ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, നമ്മളത് പോയി കാണണം. കണ്ടെങ്കിൽ മാത്രമേ നമുക്കത് മനസ്സിലാകത്തുള്ളൂ. ഇപ്പോൾ പറയുമ്പോൾ സുഹൃത്തുക്കൾ വിചാരിക്കും വീഡിയോയ്ക്ക് വേണ്ടി പറയുന്നതല്ല ഇത്. പോയി എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ കുടകൾ, ഈ കിടക്കുന്ന 3 മടക്കിൻ്റെ കുടകൾ പുറത്ത് 300, 350 രൂപ വിലയുണ്ട്. എന്നാൽ അവിടെ 200 രൂപ മുതൽ തുടങ്ങുന്നുണ്ട്. 200, 225, 250 ആ റേഞ്ചിനൊക്കെ കുടകളുണ്ട്. അതും നല്ല കളർ കുടകളുണ്ട്, ബ്ലാക്ക് ഉണ്ട്. അങ്ങനെ ഈ ഇരിക്കുന്ന കുപ്പി 295 രൂപയേ ഉള്ളൂ. അതും നല്ല കുപ്പിയാണ്, നല്ല വലിപ്പമുള്ള കുപ്പിയാണ്. ഈ വീഡിയോ കാണുമ്പോഴല്ല, അതുപോലെ തന്നെ ഈ കപ്പുകളൊക്കെ 3 എണ്ണം 100 രൂപയേ ഉള്ളൂ. പിന്നെ ഈ പുസ്തകം പൊതിയുന്ന പേപ്പർ, ഈ റോൾ ഒരു ഷീറ്റിന് 40 രൂപ, 35 രൂപ ആ റേഞ്ചാണ് വില. അത് ഒരു കളറല്ല, പല കളറിൽ പല തരത്തിലുള്ള ഉണ്ട്. അതുപോലെ ബെഡ്ഷീറ്റുകൾ, അങ്ങനെ ബെഡ്ഷീറ്റുകളൊക്കെ 199 രൂപ, 100 രൂപ, സിംഗിളൊക്കെ 100 രൂപ മുതലുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ അത് നല്ല ക്വാളിറ്റി സാധനങ്ങളാണ്. എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട്. കാര്യം അവിടെ കിട്ടാത്തതായിട്ടൊന്നുമില്ല. അതുപോലെ കുഞ്ഞുങ്ങളുടെ വാട്ടർ ബോട്ടിലൊക്കെ 90 രൂപ, 70 രൂപ, 100 രൂപ, 150 രൂപ, അങ്ങനെ പല സൈസിലുള്ളതുണ്ട്. നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള എല്ലാ സാധനങ്ങളും അവിടെ കിട്ടും. അധികം വിലയൊന്നുമില്ല. കാര്യം എല്ലാ കുഞ്ഞുങ്ങൾക്കും നമുക്ക് ഏത് അംഗൻവാടി പഠിക്കുന്ന കുഞ്ഞുങ്ങൾ മുതൽ +2 വരെ പഠിക്കുന്നുള്ള കുഞ്ഞുങ്ങൾക്കുള്ള എല്ലാ സാധനങ്ങളും അവിടെ കിട്ടുന്നുണ്ട്. എല്ലാ സാധനങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള വിലയേ ഉള്ളൂ. കാര്യം അതുപോലെ ഭരണി വരുവാണെങ്കിൽ 50 രൂപ, 100 രൂപ, 150 രൂപ, 300 രൂപ, അങ്ങനെയുള്ള പല സൈസിലുള്ളതുണ്ട്. അതുപോലെ പാത്രങ്ങളായാലും 100 രൂപ, 200 രൂപ, 70 രൂപ, അങ്ങനെ പല റേഞ്ചിലുണ്ട്. അതുപോലെ ഈ കുപ്പി 3 എണ്ണം 100 രൂപ, 150. പിന്നെ അതുപോലെ ടിന്നുകളുണ്ട്, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇട്ട് അടച്ചു വയ്ക്കേണ്ട പ്ലാസ്റ്റിക് ടിന്നല്ല, ഫൈബറിൻ്റെയാണ്. അത് 3 എണ്ണം 299 രൂപ, അങ്ങനെ ആ റേഞ്ചൊക്കെയാണ് വരുന്നത്. 400 രൂപയ്ക്കുണ്ട് വലിപ്പമുള്ള, അങ്ങനെ പല സൈസിലുണ്ട്. പിന്നെ 10 രൂപയുടെ കുപ്പിയുണ്ട്, അത് നമ്മുടെ സാധാ പ്ലാസ്റ്റിക്, അല്ലാതെ ഒത്തിരി സാധനങ്ങളുണ്ട്. അവിടെ കിട്ടാത്തതായിട്ടൊന്നുമില്ല. നമ്മൾ പോയി കാണണം. ഈ വീഡിയോ കാണുന്നതിനെക്കാട്ടിയും ക്ലാരിറ്റിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇത് അധിക ദൂരമൊന്നും ഇല്ലല്ലോ സുഹൃത്തുക്കളെ, കണ്ടില്ലേ? ആ കിടക്കുന്ന 3 ടിന്നിന് 299 രൂപയുള്ളൂ. ഏത് കളർ വേണോ ഉണ്ട്. ഞങ്ങൾ വാങ്ങിയായിരുന്നു, അതുകൊണ്ടാണ് പറഞ്ഞത്. കണ്ടോ, പെൻസിൽ ബോക്സ് 15 രൂപ മുതലുണ്ട്. ഒരു പെൻസിൽ ബോക്സിന് 15 രൂപയേ ഉള്ളൂ. എവിടെയെങ്കിലും കിട്ടുമോ സുഹൃത്തുക്കളെ? കിട്ടുമെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അതുപോലെ ഈ ഇരിക്കുന്ന കണ്ടില്ലേ, ഷോയ്ക്ക് വയ്ക്കുന്ന ഈ ഫ്ലവേഴ്സ്, ഇതൊക്കെ 50 രൂപ തൊട്ടുണ്ട്. 50 രൂപ, 100 രൂപ, പല തരത്തിലുണ്ട്. എന്നാൽ 50 രൂപയ്ക്കൊക്കെ എവിടെയാണ് കിട്ടുന്നത് ഇങ്ങനെയുള്ള സാധനം? നമ്മൾ ഓരോ കടയിൽ ചെന്ന് ചോദിച്ചാൽ ഒരു പൂവിന് തന്നെ അവർ 25-30 രൂപ എടുക്കുക. അതിന് ഈ ഇരിക്കുന്നതൊന്നും നമുക്ക് കിട്ടത്തില്ല. അതുപോലെ ഈ ബോക്സൊക്കെ 50 രൂപ തൊട്ടുണ്ട്. 50 രൂപ. ഇതാട്ടെ, ഈ ഇരിക്കുന്ന പെൻസിൽ ബോക്സ് ഉണ്ട്. സ്നാക്സ് ബോക്സൊക്കെ 50 രൂപ, 100 രൂപ ആ റേഞ്ചിനൊക്കെ ഉണ്ട്. ഇരിക്കുന്ന പാത്രങ്ങൾ, ഇതിൽ മോനൊരു ലഞ്ച് ബോക്സൊക്കെ വാങ്ങിച്ചു. അതിനൊക്കെ വരുന്ന വില 100 രൂപയുള്ളായിരുന്നു സ്റ്റാർട്ടിങ്. അതുപോലെ ഇത് നമുക്ക് അത്യാവശ്യം കടുക് വറുത്തെടുക്കാം. കാര്യം ഒത്തിരി വലിയ ചീനിച്ചട്ടിയൊന്നും എടുക്കേണ്ട കാര്യമില്ല. അതിന് ഇത് തന്നെ ധാരാളം. 125 രൂപ വില വരുന്നത്. ഇതിന് 115 രൂപ വില വരുന്നത്. വേണ്ട, അതിൽ എഴുതിയിട്ടുണ്ട്, കാണത്തില്ല, അതുകൊണ്ടാണ് ഞാനതങ്ങനെ പിടിച്ചാണ്. കേട്ടോ, ഇതിന് 125 രൂപ. നമുക്ക് അത്യാവശ്യത്തിന് ഒരു വീട്ടിൽ പെട്ടെന്നൊന്ന് കടുക് വറുക്കണമെങ്കിൽ അതാണ് ഏറ്റവും ഉപയോഗപ്രദമായ കാര്യം. ഒത്തിരി വലിയ ചീനിച്ചട്ടി എടുക്കുമ്പോൾ അതിൽ ഒത്തിരി എണ്ണ വേണം. അത് ചൂടായി വരാൻ താമസം എടുക്കും. വീട്ടിലുള്ള അമ്മമാർക്കൊക്കെ ഏറ്റവും ഉപയോഗപ്രദമായ ഒരു സംരംഭമാണത്. നമുക്ക് അത്യാവശ്യത്തിന് പെട്ടെന്ന് എടുക്കാം. പിന്നെ ഇനി വരുമ്പോൾ ലേഡീസിൻ്റെ പാൻസാണ് വരുന്നത്. പാൻറ്റുകൾ
അതുപോലെ ഏതാണ്ട് കൂട്ടക്സ്, ലിപ്റ്റിക്ക്, ഇതിനൊക്കെ തുച്ഛമായിട്ടുള്ള വിലയെ വരുന്നുള്ളൂ. ഏത് കളർ വേണമെങ്കിലും ഉണ്ട്. ഇത് നമ്മുടെ ആ ഫ്രണ്ട് ഡോറ് കയറി വരുമ്പോൾ റൈറ്റ് സൈഡിൽ തന്നെ ഉണ്ട്, കൗണ്ടറിൻ്റെ അടുത്ത്. അതുപോലെ കുഞ്ഞുങ്ങളുടെ വളകൾ, ലേഡീസിൻ്റെ വളകൾ എല്ലാം ഉണ്ട്. അതുപോലെ കുഞ്ഞുങ്ങളുടെ ക്രീമുകൾ, പിന്നെ ബേബി ലോഷൻ എല്ലാം ഹിമാലയയുടെയൊക്കെ ഒറിജിനൽ സാധനം തന്നെ അവിടെ ഉണ്ട്. കണ്ടില്ലേ, ഇതൊക്കെ ലിപ്റ്റിക്കുകളാണ്. ലിപ്റ്റിക്ക് 30 രൂപയ്ക്കുണ്ട്, 100 രൂപയ്ക്കുണ്ട്. അതായത് നമ്മുടെ ബഡ്ജറ്റിനുള്ള എല്ലാ സാധനവും ഉണ്ട്. പിന്നെ ഇനി അടുത്ത് നോക്കുമ്പോൾ കണ്ടില്ലേ, അത് സ്വർണ്ണമല്ല, കണ്ട ഡയമണ്ട് ആണെന്ന് തോന്നുന്നു. ഡയമണ്ട് അല്ല, നമ്മുടെ അതുപോലെ ഇതാണ്ടില്ലേ, വാച്ചുകൾ, മൈലാഞ്ചി പൗഡർ, കണ്ടില്ലേ, എല്ലാ സാധനങ്ങളും ഉണ്ട്. ഹിമാലയയുടെ ഐറ്റംസാണ് കൂടുതലും വരുന്നത് അവിടെ. അതെല്ലാം നല്ലതാണ്, കാര്യം കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ നല്ലതാണ്. കണ്ടില്ലേ, ഇതൊക്കെ സാധാ നമുക്ക് കാര്യം ലേഡീസൊക്കെ ഉപയോഗിക്കുന്ന, അതിനൊക്കെ തുച്ഛമായിട്ടുള്ള വിലയുള്ളൂ. 150 രൂപ, 80 രൂപ. ഈ കുഞ്ഞുങ്ങളുടെ മാലയ്ക്കൊക്കെ 30 രൂപ മുതലൊക്കെ ഉണ്ട്. അതുപോലെ ബണ്ണ്, ബോ, ചീപ്പുകൾ എല്ലാം ഉണ്ട്. കണ്ടില്ലേ, ക്ലിപ്പുകളൊക്കെ 20 രൂപ തൊട്ടുണ്ട്. 20 രൂപയ്ക്കൊക്കെ ക്ലിപ്പ് എവിടെയാണ് കിട്ടുന്നത്? ഇത്രയും ക്വാളിറ്റിയുള്ള സാധനം, നല്ല ക്വാളിറ്റി സാധനമാണ്. കാര്യം കണ്ടില്ലേ, അതൊക്കെ 30 രൂപ മോളിപ്പോൾ എടുത്തതാണ്. പിന്നെ അവൾ ഒത്തിരി സാധനങ്ങളൊക്കെ എടുത്തു. എന്താ പറയുക, ഒത്തിരി സാധനങ്ങളെന്ന് പറഞ്ഞാൽ ഒത്തിരി സാധനം, അത്യാവശ്യം ആവശ്യമുള്ള സാധനങ്ങളും അനാവശ്യ സാധനം എന്ന് പറയുമ്പോൾ 2 പേന എടുക്കേണ്ടടുത്ത് 4 പേന, ഒരു പെൻസിൽ എടുക്കേണ്ടടുത്ത് 10 പെൻസിൽ, അങ്ങനെയൊക്കെ എടുത്തത്. എന്നാലും പക്ഷേ അത് നമുക്ക് ഒത്തിരി ബഡ്ജറ്റൊന്നും ആയില്ല, ചെറിയൊരു ബഡ്ജറ്റേ ആയുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്കത് അവിടെ ആയതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ കാര്യം ഒത്തിരി പൈസ ആയേനെ. അവിടെ ഇപ്പോൾ എത്ര, ഇപ്പോൾ 2 പേർക്കും കൂടെ സാധനം എല്ലാം കൂടെ വാങ്ങിച്ചപ്പോൾ 3500 രൂപ ആയുള്ളൂ. എന്നാൽ അത് പുറത്താണെങ്കിൽ എങ്ങനെയില്ലെങ്കിലും 16,000 രൂപ എന്തായാലും. 2 പേർക്ക് ബാഗും കാര്യങ്ങളും എല്ലാം വാങ്ങിച്ചായിരുന്നു. സ്കൂബിയുടെ ബാഗും ഉണ്ടായിരുന്നു, ബാഗിന് ഓഫറും ഉണ്ട്, എല്ലാം ഉള്ളതാണ്. പിന്നെ മോന് ബോക്സ് വാങ്ങിച്ചു. ബോക്സും അതിനും വലിയ വിലയൊന്നുമില്ല, 170 രൂപയേ ഉള്ളൂ. നല്ല ക്വാളിറ്റി സാധനമാണതും. എല്ലാ സാധനങ്ങളും ഉണ്ട്, ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല സുഹൃത്തുക്കളെ. നിങ്ങൾ പോയി തന്നെ കാണണം, പോയി കണ്ടാൽ മാത്രമേ അത് അറിയത്തുള്ളൂ. ഞാൻ പറയുന്നത് എല്ലാം വ്യക്തമായിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു ബാഗ് വാങ്ങിക്കുമ്പോൾ പിന്നെ ഏറ്റവും പ്രത്യേകതയുള്ള കാര്യം അതാണ്. നമ്മുടെ ഇപ്പോൾ നമ്മുടെ കുട്ടിക്കൊരു ബാഗ് വാങ്ങിച്ചാൽ ആ ഒരു ബാഗിൻ്റെ കൂടെ ഒരു കോട്ട് ഫ്രീയാണ്. ഈ മഴക്കാലമാണ് വരുന്നത്, മഴക്കാലത്ത് ഒരു കോട്ടുണ്ടെങ്കിൽ കാര്യമെന്ന് പറഞ്ഞാൽ ആ കുഞ്ഞിന് സുഖമായിട്ട് പോകാം. കാര്യം കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ചെറിയ കോട്ടും, മുതിർന്ന കുട്ടിക്കാണെങ്കിൽ വലിയ കോട്ടും. അത് നമ്മൾ ചോദിച്ച് തന്നെ വാങ്ങിച്ചാൽ മുതിർന്ന കുട്ടിയാണെന്ന് പറഞ്ഞാൽ ആ വലിയ കോട്ട് തന്നെ തരും. കാര്യം അവർക്ക് സുഖമായിട്ട് പോവാം ഈ മഴക്കാലത്ത്. കാര്യം ഒരു ബാഗ് വാങ്ങിക്കുമ്പോൾ ഒരു കോട്ടാണ് ഫ്രീ. കാര്യമെന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും കിട്ടുമോ സുഹൃത്തുക്കളെ? ഒന്ന് ആലോചിച്ച്, എങ്ങും കിട്ടത്തില്ല. കാര്യം അപ്പോഴും നമ്മുടെ കുട്ടികൾക്ക് മഴ സമയത്ത് സുഖമായിട്ട് പോകാം. കേട്ടോ, ബില്ലടിക്കുന്ന അടുത്താണിത്. ബില്ലടിക്കുന്നിടത്തായാലും താമസമൊന്നുമില്ല. അവർ 3 പേരുണ്ട് ബില്ലടിക്കുന്ന 3 അടുത്താണെങ്കിലും ക്യാഷ് ഒരിടത്ത് കൊടുത്താൽ മതി. ക്ലോക്കുകൾ കാര്യങ്ങൾ എല്ലാം ഉണ്ട്. പിന്നെ വരുന്ന ഗ്ലാസ് കണ്ണാടിയാണ്. അത് ഞാനിപ്പോൾ 3-4 എടുത്ത് വയ്ക്കുന്നുണ്ട്. ഒരേ സമയത്തല്ല, പല സമയത്ത് പല ഷോയിലാണ് ഞാൻ വയ്ക്കുന്നത്. നല്ല കണ്ണാടി, അത്യാവശ്യം കുഴപ്പമില്ല. 100, 200 ആ റേഞ്ചൊക്കെയാണ് ഗ്ലാസ്സിന്. അത് നമുക്കൊരു സെറ്റപ്പ് ഫ്രണ്ടിൽ തന്നെ നമുക്ക് എടുത്ത് വയ്ക്കാം. അതുപോലെ ഉപയോഗിച്ചിട്ട് വേണ്ടെങ്കിൽ തിരിച്ചങ്ങ് വെച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല. കണ്ടില്ലേ, അത് ഞാനാണ്. അതുപോലെ തന്നെ ബാഗ്, പാൻറ്റ്, ലേഡീസിൻ്റെ പാൻറ്റൊക്കെ 149 രൂപയേ ഉള്ളൂ. നല്ല പാൻറ്റ്. അതുപോലെ ടീഷർട്ടായാലും അതിനും വില കുറവാണ്. ടീഷർട്ടിനും 199 രൂപ, 100 രൂപ ആ റേഞ്ചിനൊക്കെ ഉണ്ട്. അതും കാര്യം നല്ല സാധനം. അതുപോലെ നമ്മുടെ ബാഗുകൾക്കൊക്കെ 4000, 2500-നുണ്ട്. അതുപോലെ 3200-ൻ്റെ ഉണ്ട്. അത് നല്ല സാധനമാണ്, നല്ല സൂപ്പർ സാധനമാണത്. ഇതിൻ്റെ വില 2445.
അതും ഈ വീഡിയോ കാണും പോലെയല്ല, അത്യാവശ്യം വലിപ്പമുള്ളതും നല്ല ക്വാളിറ്റി സാധനമാണ്. അത് നമ്മൾ നേരിട്ട് കണ്ടാൽ മാത്രമേ അറിയത്തുള്ളൂ. കണ്ടില്ലേ ഈ പാൻറ്റിന് ആകെ വരുന്ന വില 199 രൂപ. അതും ജീൻസിൻ്റെ ഡബിൾ സൈസാണ്. അതിന് വരുന്നത് 199 രൂപ. എവിടെയെങ്കിലും കിട്ടുമോ സുഹൃത്തുക്കളെ? കിട്ടുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ അതുപോലെ തന്നെ ടീഷർട്ടുകൾ, പിന്നെ ബെർമുടകളൊക്കെ 100 രൂപ 90 രൂപ അങ്ങനെ ആ റേഞ്ചിൽ ഒത്തിരി സാധനങ്ങൾ. എന്താ പറയാൻ, നമുക്കതിനകത്ത് കയറി കഴിഞ്ഞാൽ തിരിച്ചിറങ്ങാൻ തോന്നത്തില്ല സുഹൃത്തുക്കൾ. അത്രയ്ക്ക് വിപുലമായ ഒരു കടയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്ക് തോന്നും, ഓ ബഡാ ബസാർ. ഈ ബഡാ ബസാർ എന്തുവാ? ബഡാ ബസാർ എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ അതിനകത്ത് കയറണം സുഹൃത്തുക്കളെ. ഒന്നും വാങ്ങണ്ട, ഒന്നും വാങ്ങിക്കും. നമ്മളൊന്നും വാങ്ങാനല്ല പോകുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് അതിനകത്ത് കയറി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ബഡാ ബസാർ എന്താണെന്ന്. അതിനകത്തുള്ള സാധനങ്ങൾ എന്താണെന്ന് നേരിട്ട് പോയി കണ്ടാലേ മനസ്സിലാകത്തുള്ളൂ. നമ്മൾ ഈ ഫോണിൽ കൂടെ പറയുമ്പോൾ ഇപ്പോൾ എല്ലാവരും വിചാരിക്കും, ഓ അവർ ചുമ്മാ വീഡിയോയ്ക്ക് വേണ്ടി പറയും. വീഡിയോയ്ക്ക് വേണ്ടി പറയുന്നതല്ല, പോയി കാണുന്ന സുഹൃത്തുക്കളെ. കാര്യം എല്ലാ സാധനങ്ങളും അവിടെ കിട്ടാത്തതായിട്ട് ഒരു സാധനമില്ല. പലചരക്ക് സാധനമില്ല, പച്ചക്കറി ഇല്ല, മീൻ മാംസം ഒന്നുമില്ല. അല്ലാതെ ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. എല്ലാ സാധനങ്ങളും അവിടെ കിട്ടും. അതുപോലെ തന്നെ കണ്ടില്ലേ ഈ കാണുന്ന വീഡിയോ കാണുന്ന സാധനങ്ങളെല്ലാം കണ്ടില്ലേ? ഇതെല്ലാം അവിടെ ഉണ്ട്. കണ്ടില്ലേ? ഇതാണ്ട് നോക്കിയേ, കുഞ്ഞുങ്ങൾക്ക് പുറന്തേക്കാനുള്ള സാധനങ്ങളും എല്ലാം കണ്ടില്ലേ? പൂട്ടും താക്കോലിനൊക്കെ 100 രൂപയേ ഉള്ളൂ. അതും നല്ല സൈസുള്ള നല്ല വെയിറ്റുള്ള പൂട്ടാണ്. നമ്മുടെ ഈ പുറത്തൊരു കടയിൽ നിന്ന് വാങ്ങിക്കണമെങ്കിൽ 300 400. അതുപോലെ തന്നെ പ്ലെയറൊക്കെ 120 രൂപയേ ഉള്ളൂ. നല്ല ക്വാളിറ്റി പ്ലെയറാണ്. കാര്യം അതൊക്കെ എന്ന് പറഞ്ഞാൽ പുറത്തൊരു കടയിലാണെങ്കിൽ എങ്ങനെ പോയാലും 250 രൂപ കുറഞ്ഞ് കിട്ടത്തില്ല. അതുപോലെ തന്നെ സ്കൂട്ടർ വലുതിന് 100 രൂപയേ ഉള്ളൂ. ഞാൻ ഇടയ്ക്ക് പുറത്തൊരു കടയിൽ നിന്ന് വാങ്ങിച്ചു, 240 രൂപയ്ക്കാണ് ഞാൻ വാങ്ങിച്ചത്. ആ സ്ഥാനത്താണ് ബഡാ ബസാറിൽ വെറും 120 രൂപ. ഇതാണ്ട് കണ്ടില്ലേ? ഈ ഇരിക്കുന്ന ഗ്ലാസ് ഒരു ഗ്ലാസ്സിന് 30 രൂപ വില വരുന്നത്. ഇതാണ്ട് 30 രൂപയ്ക്ക് എവിടെയെങ്കിലും കിട്ടുമോ സുഹൃത്തുക്കളെ? കിട്ടുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതാണ്ടേ നോക്കി. അതുപോലെ അടുത്ത് ഞാൻ എൻ്റെ ബ്ലാക്കിക്ക് വേണ്ടി അടുത്തൊരു ബെൽറ്റ് വാങ്ങിച്ചു. ബെൽറ്റിന് വെറും 100 രൂപയാണ് വിലയുള്ളത്. കണ്ടില്ലേ? നല്ല ബെൽറ്റാണ്, അത്യാവശ്യം തരക്കേടില്ല, നല്ല ബെൽറ്റ് തന്നെയാണത്. കാര്യം തെറ്റൊന്നും ഇല്ലാത്ത ബെൽറ്റാണ്. കാര്യം പുറത്ത് കടയിലാണെങ്കിൽ നമുക്ക് 100 രൂപ കിട്ടത്തില്ല. പുറത്ത് കടയിലാണെങ്കിൽ 200 രൂപ കൊടുക്കണം. ആ സ്ഥാനത്ത് 100 രൂപയ്ക്ക് കിട്ടിയ നല്ല സൂപ്പർ സാധനമാണ്. അതും വെറും ബെൽറ്റല്ല, ചങ്ങലകൂടി അടങ്ങിയ ബെൽറ്റാണ്. നല്ലതായിരുന്നു. അതുപോലെ തന്നെ അടുത്ത് വരുന്നത് ബാത്റൂമിലൊക്കെ ഉപയോഗിക്കുന്ന ബ്രഷ്, അങ്ങനെയുള്ള സാധനങ്ങളാണ്. അതിൻ്റെയൊന്നും വില ഞാൻ നോക്കിയില്ല. അതിനും വില എന്തായാലും ഇത്രയും സാധനങ്ങൾക്ക് വില കുറയുമ്പോൾ ആ സാധനത്തിനും വില കുറവായിരിക്കും. അടുത്ത് ലേഡീസിൻ്റെ പാൻറ്റാണ് വരുന്നത്. ലേഡീസിൻ്റെ ഇത് പാൻറ്റാണ്, ജീൻസിൻ്റെ പാൻറ്റുണ്ട്, അല്ല ലെഗിൻസും ഉണ്ട്. ഇതിനെല്ലാം വില കണ്ടില്ലേ? ബാഗെല്ലാം പകുതി വിലയാണ്. കണ്ടില്ലേ? ബോർഡ് കാണുന്നില്ലേ? ഞാൻ വെറുതെ പറയുന്നത് കണ്ടില്ലേ? അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ബോർഡ് കാണിക്കുന്നത്. കണ്ടോ? കുട്ടികൾ സ്കൂളിലേക്ക് ടോപ്പിനൊക്കെ 100 രൂപയെ വിലയുള്ളൂ. എൻ്റെ ശബ്ദം ക്ലിയർ ആയില്ല സുഹൃത്തുക്കളെ, വേറെ ഒന്നും തോന്നരുതേ. പിന്നെ അതുപോലെ തന്നെ ടീഷർട്ടൊക്കെ 100 90 80 പല റേഞ്ചിലുണ്ട്. ഷാളുകൾ 50 രൂപയേ ഉള്ളൂ. ഒരു ഷാൾ, ഏത് ഷാൾ എടുത്താലും 50 രൂപ. കണ്ടില്ലേ? ആ കിടക്കുന്ന ടോപ്പിനൊക്കെ 149 രൂപയേ ഉള്ളൂ. ടീഷർട്ടിന് 149. കാര്യം എല്ലാത്തിനും തുച്ഛമായിട്ടുള്ള വിലയുള്ളൂ സുഹൃത്തുക്കളെ. നമ്മുടെ കയ്യിൽ 1000 രൂപയും കൊണ്ടുപോയാൽ നമുക്ക് അത്യാവശ്യ സാധനങ്ങളെല്ലാം വാങ്ങിക്കാം. ഇന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം, 1000 രൂപയും കൊണ്ട് പുറത്തിറങ്ങിയ ഒന്നുമില്ല. എന്നാൽ ബഡാ ബസാറിൽ പോയാൽ ഒരു ലോഡ് സാധനങ്ങളുമായി നമുക്ക് വീട്ടിൽ പോവാം. 1000 രൂപ മതി. കണ്ടില്ലേ? 3 പീസ് വാട്ടർ ബോട്ടിലിൻ്റെ വില കണ്ടില്ലേ? ഇതൊക്കെ ഇത്രയേ ഉള്ളൂ. കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊന്നും വെറും വാക്കല്ല സുഹൃത്തുക്കൾ. ഇതാ വരുന്നു ബോർഡിൻ്റെ വില കണ്ടില്ലേ? 149 രൂപ ലേഡീസിൻ്റെ ടീഷർട്ടിന്. എവിടെ കിട്ടും? എവിടെയെങ്കിലും കിട്ടുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ.
കാര്യം ഇതെല്ലാം കിട്ടുന്ന ഏക സ്ഥാപനം നമ്മുടെ ബഡാ ബസാർ മാത്രമേ ഉള്ളൂ. ബഡാ ബസാറിൽ കിട്ടുന്നത് പോലെ പുറത്തൊരു കടയിൽ കിട്ടത്തില്ല. ഇതിൻ്റെയൊക്കെ വില കണ്ടില്ലേ സുഹൃത്തുക്കളെ, എല്ലാത്തിൻ്റെയും വില കാണുന്നുണ്ട്. കാര്യം അതുകൊണ്ട് എല്ലാവരും പോവുക, ബഡാ ബസാറിൽ പോയി സാധനങ്ങൾ എടുക്കുക. കുട്ടികൾക്കുള്ള എല്ലാ സാധനവും കിട്ടും. കണ്ടില്ലേ, ഇത് അന്ധനല്ല, ഞാനാണ് കണ്ണാടി വെച്ച് നോക്കുന്നത്. കാണുമ്പോൾ ഒരു അന്ധനാണെന്നൊക്കെ തോന്നും, പക്ഷെ അന്ധനല്ല, ഞാനാണ് ഷോയ്ക്ക് വേണ്ടി വെച്ച് നോക്കുന്നതാണ്. എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല, എൻ്റെ മുഖത്തിന് ചേരാത്തതാണോ എന്നറിയത്തില്ല. ഞാനെന്തായാലും എല്ലാം തിരിച്ചു വെച്ചു. കണ്ടില്ലേ, ഇതാണ്. അപ്പോഴും ഞങ്ങളുടെ സാധനങ്ങളെല്ലാം ഞങ്ങൾ പാക്ക് ചെയ്തെടുത്തു. അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, ബസ് നിർത്തുന്ന സ്ഥലം പുറത്തിറങ്ങുന്ന വഴിയാണിത്. പുറത്തിറങ്ങുമ്പോൾ അവിടെയും ഉണ്ട് സാധനങ്ങൾ. ബഡാ ബസാർ, അതിൻ്റെ തൊട്ടടുത്തൊരു മൊബൈൽ കടയുണ്ട്. ഇത് അതിൽ തന്നെ ബഡാ ബസാറിൽ തന്നെയുള്ള സ്വർണ്ണക്കടയാണ്. സ്വർണ്ണക്കട എന്ന് പറയുമ്പോൾ ഒറിജിനൽ സ്വർണ്ണക്കടയല്ല, എല്ലാം ഡ്യൂപ്ലിക്കേറ്റാണ്. പക്ഷേ അത്യാവശ്യം നമുക്ക് വാങ്ങിച്ചണിയാം, അണിഞ്ഞു കഴിഞ്ഞാൽ സ്വർണ്ണമായിട്ട് നിൽക്കാം. അതുകൊണ്ട് എല്ലാവരും പോവുക, എല്ലാ സാധനങ്ങളും കിട്ടും. ഈ സ്വർണ്ണാഭരണങ്ങൾക്ക് ഗ്യാരണ്ടി ഉള്ളതാണ്, 6 മാസം വരെ ഗ്യാരണ്ടി ഉണ്ട്. എല്ലാ സാധനങ്ങൾക്കും തുച്ഛമായിട്ടുള്ള വിലയേ ഉള്ളൂ. ഞാൻ എന്തായാലും അതിൽ നിന്നൊരു ചെയിൻ വാങ്ങിച്ചു. ഈ നിൽക്കുന്നതാണ് ഞാൻ, കണ്ടില്ലേ. അവിടെ നിന്ന് ഇതെല്ലാം കഴിഞ്ഞു, ഞാൻ തിരിച്ച് കാറിലെത്തി. എല്ലാ സാധനങ്ങളും കാറിലേക്ക് വയ്ക്കുകയാണ്. വച്ചിട്ട് ഇനി അടുത്ത് വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ്. പോകുന്നതിന് മുമ്പ് ഫുഡ് എന്തായാലും രാത്രി ഇപ്പോൾ 11 മണി കഴിഞ്ഞു. വീട്ടിൽ ഞങ്ങൾ വീട്ടിൽ വന്നു, കൊത്തു പൊറോട്ട വാങ്ങിച്ചുകൊണ്ട് വന്നു. ഇന്നത്തെ ഫുഡ് ഞങ്ങളുടെ കൊത്തു പൊറോട്ടയായിരുന്നു. കൊത്തു പൊറോട്ടയും ബീഫ് ഫ്രൈയും നല്ല ഫുഡാണ്, നല്ല കോമ്പിനേഷനായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ കുടിക്കാൻ വാങ്ങിച്ച വെള്ളം എന്ന് പറയുമ്പോൾ പെപ്സിയാണ്. അല്ല, തെറ്റിദ്ധരിക്കരുത്, വേറൊന്നുമല്ല. പെപ്സിയും കൊത്തു പൊറോട്ടയും നല്ല കോമ്പിനേഷനാണ്. വാങ്ങിക്കുമ്പോൾ കട നോക്കി വാങ്ങിക്കണമെന്നേ ഉള്ളൂ, നല്ല ഫുഡായിരിക്കണമെന്നേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയുമായി ഞാൻ വരും. ബൈ.